ഇന്ന് നമുക്ക് 2ാം ക്ലാസ് മലയാളത്തിലെ 1ാമത്തെ പാഠം പഠിക്കാം. എൻ്റെ കേരളം. ഇതൊരു കവിതയാണല്ലേ. എൻ്റെ കേരളം. നമുക്ക് ഈ കവിത ഒന്ന് ചൊല്ലാം. കുഞ്ഞുമക്കൾ നല്ല ഈണത്തിലൊക്കെ ചൊല്ലണം. ഇപ്പോൾ ഞാനിതൊന്ന് ചൊല്ലിത്തരാം. പാടും പുഴകളും തോടും മൂടി കൂടും മലരണിക്കാടും, നീളെ കളകളം പാടും കാട്ടു ചോലയുമാമണിമേടും, വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും, കായലും നീലാമലയും നീളെ കോരിത്തരിക്കും വയലും, പിരി നിവർത്തി നിന്നാടും കൊച്ചു കേരാമരാതകത്തോപ്പും, നീളെ കുളിരുളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. ഗോപാലകൃഷ്ണൻ കോലഴി. ഈ കവിത രചിച്ചത് ഗോപാലകൃഷ്ണൻ കോലഴിയാണ്. ഗോപാലകൃഷ്ണൻ കോലഴി. ഇനി നമുക്ക് ഈ കവിതയിലെ ഉള്ളടക്കമൊക്കെ അറിയണമെങ്കിൽ, കവിതയുടെ അർത്ഥമൊക്കെ അറിയണമെങ്കിൽ ആദ്യം നമുക്ക് കവിതയിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് ഈ കവിതയിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കാം. മോടി ഭംഗി, മോടി ഭംഗി. മലർ പൂവ്, മലർ പൂവ്. മലരണിക്കാട്, പൂക്കൾ അണിഞ്ഞു നിൽക്കുന്ന കാട്, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാടാണ് മലരണിക്കാട്. കളകളം, മധുരമായ ശബ്ദം, കിളിനാദം എന്നൊക്കെ പറയും. കളകളം പാടും, മധുരമായ ശബ്ദത്തിൽ പാടുന്ന, മധുരമായി പാടുന്ന. കാട്ടുചോല, മലയിൽ നിന്ന് കാട്ടിലൂടെ ഒഴുകുന്ന അരുവിയാണ് കാട്ടുചോല. മേട്, കുന്ന്, മല. മേട്, കുന്ന്, മല. മാമണിമേട്, അഴകുള്ള കുന്നുകൾ അല്ലെങ്കിൽ മലകൾ. വെള്ളിയരഞ്ഞാണം, അരയിലിടുന്ന ഒരാഭരണം. അരയിലിടുന്ന ഒരാഭരണമാണ് വെള്ളിയരഞ്ഞാണം. തുള്ളിക്കളിക്കും കടൽ, ഓളം വിട്ടുന്ന കടൽ, ഓളം തുള്ളുന്ന കടൽ. കായൽ, ആഴം കുറഞ്ഞ് പരന്നു കിടക്കുന്ന വലിയ ജലാശയം, ഉദാഹരണം അഴിമുഖം. നീലമല, അഞ്ജന പർവ്വതമാണ് നീലമല. വയൽ, പാടം. കോരിത്തരിക്കും വയൽ, രോമാഞ്ചം കൊള്ളിക്കുന്ന പാടം. കോരിത്തരിക്കും വയൽ, രോമാഞ്ചം കൊള്ളിക്കുന്ന പാടം. കേരം, തെങ്ങ്. മരതകം, പച്ച. ഒരു രത്നത്തിൻ്റെ കളറാണ് മരതകം. രത്നത്തിൻ്റെ കളറാണ് മരതകം, പച്ച. തോപ്പ്, തോട്ടം. തോപ്പ്, തോട്ടം. കുളിരൊളി, കോളിമയർ കൊള്ളിക്കുന്ന ഒരനുഭൂതിയാണ്, ഒരനുഭവമാണ് കുളിരൊളി. ഇനി നമുക്ക് ഈ കവിത ഒന്നുകൂടെ ചൊല്ലി നോക്കാം. എൻ്റെ കേരളം. പാടും പുഴകളും തോടും മൂടിക്കൂടും മലരണിക്കാടും, നീളെ കളകളം പാടും കാട്ടുചോലയുമാമണിമേടും, വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും, കായലും നീലാമലയും നീളെ കോരിത്തരിക്കും വയലും, പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരാമരാതകത്തോപ്പും, നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. ഗോപാലകൃഷ്ണൻ കോലഴി എഴുതിയ കവിതയാണല്ലേ ഇത്. ഇനി നമുക്ക് മക്കളിതൊക്കെ ഈണത്തിലൊക്കെ ചൊല്ലണം കേട്ടോ. ഇനി നമുക്ക് ഈ കവിതയുടെ അർത്ഥം, അതായത് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്നൊക്കെ നോക്കാം. നമ്മുടെ കേരളത്തിൽ പാടുന്ന പുഴകളും തോടുകളുമുണ്ട്. മക്കള് തോട്ടിലെ വെള്ളം ഒഴുകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? മധുരമായ ശബ്ദത്തിൽ പാടിക്കൊണ്ടാണ് തോടുകളും പുഴകളും ഒഴുകുന്നത്. പാടും പുഴകളും തോടും, പിന്നെയോ മൂടി കൂടും മലരണിക്കാടും. ഭംഗി കൂട്ടുന്ന മനോഹരമായ പൂക്കൾ വിരിഞ്ഞ കാടും. അതായത് സുന്ദരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ വിരിഞ്ഞ കാടും കൂടെയാകുമ്പോൾ നാടിന് ഭംഗി കൂടുന്നു, മോടി കൂടുന്നു. നമ്മുടെ നാട് സുന്ദരമാകുന്നു. വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും. അരയിലണിഞ്ഞ വെള്ളിയാഭരണം പോലെ ചുറ്റും ഓളം തുള്ളി കളിക്കുന്ന കടലും, വെള്ളിയാഭരണം പോലെ തുള്ളിക്കളിക്കുന്ന കടലുമുണ്ട്. കായലും നീലാമലയും നീളെ കോരിത്തരിക്കും വയലും. പരന്നു കിടക്കുന്ന ജലാശയവും. കായൽ എന്ന് പറഞ്ഞാൽ പരന്നു കിടക്കുന്ന ജലാശയം. അപ്പം നല്ല സുന്ദരമായ കായലുമുണ്ട്,
നീലാമലയും, നീലാമല എന്ന് പറഞ്ഞാൽ അഞ്ജനപർവ്വതം. ഭംഗിയാർന്ന ജലാശയമുണ്ട്, അഞ്ജനപർവ്വതവും കോരിത്തരിക്കുന്ന വയലും, അതായത് രോമാഞ്ചം കൊള്ളിക്കുന്ന വയൽ. അത്രയ്ക്ക് സുന്ദരമായ പാടം അല്ലേ വയൽ. പ്രത്യേക ഒരു അനുഭൂതി തരുന്ന അത്ര മനോഹരമായ വയലും. പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരാമരാതകത്തോപ്പും. ആരാണ് പീലി നിവർത്തി നിന്നാടുന്നത്? മയിലാണല്ലേ. അതുപോലെ കേരമരതകത്തോപ്പ്, പീലി നിവർത്തി നിന്നാടും കൊച്ചു കേരാമരതകത്തോപ്പും. ആ കേരാമരതകത്തോപ്പ് എന്ന് പറഞ്ഞാലോ പച്ച വിരിച്ച് നിന്നാടുന്ന തെങ്ങിൻ തോട്ടം. പീലി നിവർത്തി നിന്നാടുന്ന പോലെ പച്ചോല വിരിച്ച് നിന്നാടുന്ന സുന്ദരമായ തെങ്ങിൻ തോപ്പും. നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. കുളിരൊളി എന്ന് പറഞ്ഞാൽ കോൾമയർ കൊള്ളിക്കുന്ന ഒരനുഭൂതിയാണ് കുളിരൊളി. അതായത് മനസ്സിൻ്റെ പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭൂതി, ഒരനുഭവമാണ് എന്ത് കുളിരൊളി എന്ന് പറയുന്നത്. അത്രയ്ക്ക് സുന്ദരമാണ് നമ്മുടെ ആ വയലും കൂടി ആകുമ്പോൾ അത്രയ്ക്ക് ഭംഗിയാണ് നമ്മളെ കേരളം കാണാനല്ലേ, നമ്മുടെ നാട് കാണാൻ അത്രയ്ക്ക് സുന്ദരമാണ്. എന്താണ് സുന്ദരമായ തെങ്ങിൻ തോപ്പും നീളെ കുളിരൊളി തിങ്ങി എൻ്റെ കേരളമെന്തൊരു ഭംഗി. അത്രയ്ക്ക് മനോഹരമാണ് നമ്മുടെ കേരളം. പറഞ്ഞറിയിക്കാനാവാത്ത ഒരനുഭൂതി തരുന്ന അത്രയ്ക്ക് സുന്ദരമാണ്. മധുരമായ ശബ്ദത്തിൽ കിളിനാദത്തോടു കൂടെ ഒഴുകുന്ന തോടുകളും പുഴകളും ഉണ്ട്. ഭംഗി കൂട്ടുന്ന മനോഹരമായ സുന്ദരമായ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാടും മൂടി കൂട്ടുന്നു, നമ്മുടെ നാടിനെ സുന്ദരമാക്കുന്നു. അരയിലണിഞ്ഞ വെള്ളിയാഭരണം പോലെ മലനാടിന് ചുറ്റും ഓളം തുള്ളുന്ന തുള്ളിക്കളിക്കുന്ന കടലുമുണ്ട്. ഭംഗിയേറിയ പരന്നു കിടക്കുന്ന ജലാശയവും. ഭംഗിയേറിയ പരന്നു കിടക്കുന്ന ജലാശയം എന്ന് പറഞ്ഞാൽ സുന്ദരമായ കായലാണ്. എന്ത് ഭംഗിയാണ് കായൽ കാണാൻ, അത്രയ്ക്ക് ഭംഗിയാണ് കായൽ. ഭംഗിയേറിയ നീലമലയും, അല്ലെങ്കിൽ എന്താണ് നീലമല എന്ന് പറഞ്ഞാൽ അഞ്ജനപർവ്വതം അല്ലേ. അഞ്ജനപർവ്വതവും കോരിത്തരിക്കുന്ന അല്ലെങ്കിൽ രോമാഞ്ചം കൊള്ളിക്കുന്ന സുന്ദരമായ വയലും, പീലി നിവർത്തി നിന്നാടുന്നത് പോലെ പച്ചത്തെങ്ങോല വിരിച്ച് നിന്നാടുന്ന തെങ്ങിൻ തോപ്പും, കോൾമയർ കൊള്ളിക്കുന്ന നമ്മുടെ കേരളം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കവിതയുടെ രചയിതാവാരാണ്? ഗോപാലകൃഷ്ണൻ കോലഴി. ഗോപാലകൃഷ്ണൻ കോലഴി രചിച്ചതാണ് ഈ കവിത അല്ലേ. ഇനി നമുക്ക് ഈ കവിതയിലെ ഈ പാഠത്തിലെ പ്രവർത്തനങ്ങളൊക്കെ പഠിക്കാം. നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണ്? താഴെ കണ്ടില്ലേ ഒരു ദീർഘവൃത്തവും കുറച്ച് ആരോ മാർക്കുകളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വൃത്തത്തിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? വായിക്കാം. എൻ്റെ നാട്. എൻ്റെ നാട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി നാടിനെ സുന്ദരമാക്കുന്ന കാര്യങ്ങൾ ഈ വൃത്തത്തിന് പുറത്ത് എഴുതണം. 2 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതെല്ലാമാണ്? തോട്, പുഴ. ബാക്കി 6 എണ്ണം നമ്മൾ എഴുതണം. നമ്മൾ കവിതയിൽ പഠിച്ചില്ലേ നാടിനെ സുന്ദരമാക്കുന്നത് എന്തെല്ലാമാണെന്ന്. നോക്കൂ, ഈ പ്രവർത്തനങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ നാടിനെ സുന്ദരമാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതാം. മലരണിക്കാട്, മാമണിമേട്, കാട്ടുചോല, കായൽ, നീലമല, വയൽ, കേരാമരതകത്തോപ്പ്, പുഴ, തോട്. ഇതെല്ലാം കേരളത്തെ സുന്ദരമാക്കുന്നു. എന്തൊക്കെയാണ്? തോട്, പുഴ, മലരണിക്കാട്, മാമണിമേട്, കാട്ടുചോല, കടൽ, കായൽ, നീലമല, വയൽ, കേരമരതകത്തോപ്പ്. ഇതെല്ലാം ആണ് കേരളത്തെ സുന്ദരമാക്കുന്നത് അല്ലേ. ഇനി വരച്ച് യോജിപ്പിക്കാം. അടുത്ത പ്രവർത്തനം വരച്ച് യോജിപ്പിക്കാം.
ഇവിടെ രണ്ട് വശത്തും കുറച്ച് വാക്കുകളും കൊടുത്തിട്ടുണ്ടല്ലേ. ഇവയിൽ ഓരോന്നിനും ചേരുന്നവ തമ്മിൽ യോജിപ്പിക്കണം, വരച്ച് യോജിപ്പിക്കണം. നോക്കൂ, പാടും. നമ്മുടെ കവിതയിൽ പാടുന്നത് എന്താണ്? പാടുന്ന പുഴ, പാടും പുഴ. പീലി നിവർത്തിയാടുന്ന, അടുത്തത് പീലി നിവർത്തിയാടുന്ന. ഈ കവിതയിൽ പീലി നിവർത്തിയാടുന്നത് എന്താണ്? കേരാമരതകത്തോപ്പാണ്. കേരാമരതകത്തോപ്പ് പറഞ്ഞാൽ തെങ്ങിൻ തോപ്പ്. അപ്പോൾ കേരാമരതകത്തോപ്പ് എന്ന് പറഞ്ഞാൽ തെങ്ങിൻ തോപ്പാണല്ലേ. പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പ്. അടുത്ത് മോടിക്കൂടും. മോടിക്കൂടും എന്താണ്? മലരണിക്കാട്. മലരണിക്കാട് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാട്, അതാണ് മലരണിക്കാട്. മലരണിക്കാട് കൂടിയാകുമ്പോൾ നമ്മുടെ നാടിന് മോടി കൂടുന്നു, ഭംഗി കൂടുന്നു അല്ലേ. മോടിക്കൂടും മലരണിക്കാട്. തുള്ളിക്കളിക്കുന്ന, അടുത്ത് തുള്ളിക്കളിക്കുന്ന. തുള്ളിക്കളിക്കുന്ന എന്താണ്? തുള്ളിക്കളിക്കുന്നത് കടലാണല്ലേ. കടലിൽ ഓളം വെട്ടുന്നത്, കടലിൽ ഓളം വെട്ടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അതാണ് തുള്ളിക്കളിക്കുക. കടലിൽ ഓളം വെട്ടുന്നതാണ് തുള്ളിക്കളിക്കുന്ന കടൽ എന്ന് പറയും. തുള്ളിക്കളിക്കുന്ന കടൽ. അത് നമുക്ക് വരച്ച് യോജിപ്പിക്കാം. ഇതുപോലെ വരച്ച് യോജിപ്പിക്കാം. പാടും പുഴകൾ, പീലി നിവർത്തിയാടുന്ന തെങ്ങിൻ തോപ്പ്, മോടിക്കൂടും മലരണിക്കാട്, തുള്ളിക്കളിക്കുന്ന കടൽ. അപ്പോൾ മക്കൾ ഇങ്ങനെ വരച്ച് യോജിപ്പിക്കണം കേട്ടോ. അടുത്ത പ്രവർത്തനം നിറം നൽകാം. ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ? ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്? വീട്, പരിസരം, മരങ്ങൾ, പുഴ, തെങ്ങുകൾ, പുൽച്ചെടികൾ, പറവകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലേ. മക്കൾ ഇതിന് നിറം നൽകണം. ഇതുപോലെ. അടുത്ത പ്രവർത്തനം നോക്കാം. കവിതയിൽ നിന്നു കണ്ടെത്തി എഴുതാം. 2 വരികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേതൊക്കെയാണ്? എൻ്റെ നാട്ടിൽ പാട്ടുപാടിയൊഴുകുന്ന പുഴകളും തോടുകളുമുണ്ട്. ചന്തമുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാടുകളുണ്ട്. ഇനി ബാക്കി നമ്മൾ കവിത ചൊല്ലി പഠിച്ചിട്ട് അതിൽ നിന്ന് കണ്ടെത്തി എഴുതണം. കവിത നമ്മൾ പഠിച്ചില്ലേ? ഇനി നമുക്ക് എഴുതാം. എന്തൊക്കെയാണ്? മധുരമായ അല്ലെങ്കിൽ കിളിനാദത്തിൽ പാടുന്ന കാട്ടുചോലയുണ്ട്. ഭംഗിയുള്ള കുന്നുകളുണ്ട്. മേട്, വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കുന്ന കടലുണ്ട്. കായലുണ്ട്. നീലമല അഥവാ അഞ്ജനപർവ്വതമുണ്ട്. കോരിത്തരിക്കുന്ന നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന വയലുണ്ട്. പീലി നിവർത്തി നിന്നാടുന്നത് പോലെ പച്ചത്തെങ്ങോല വിരിച്ച് നിന്നാടുന്ന ഭംഗിയുള്ള തെങ്ങിൻ തോപ്പുണ്ട്. എന്താണ്? കളകളം അഥവാ മധുരമായി പാടുന്ന കാട്ടുചോലയുണ്ട്. ഭംഗിയുള്ള കുന്നുകളുണ്ട്. വെള്ളിയരഞ്ഞാണു പോലെ ചുറ്റും തുള്ളിക്കളിക്കുന്ന കടലുണ്ട്. സുന്ദരമായ കായലും നീലമലയുമുണ്ട്. രോമാഞ്ചം കൊള്ളിക്കുന്ന വയലും പീലി നിവർത്തി നിന്നാടുന്ന തെങ്ങിൻ തോപ്പുമുണ്ട്. മധുരമായ അനുഭൂതി തരുന്ന എൻ്റെ കേരളം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ് എന്നാണ് കവി ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേജ് നോക്കൂ. ഇവിടെ മനോഹരമായ ചിത്രം കാണുന്നുണ്ടല്ലേ. ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണുന്നുണ്ട്? നോക്കാം. പച്ചപ്പ് നിറഞ്ഞ വയൽ, പുല്ലൊക്കെ നിറഞ്ഞ് നിൽക്കുകയാണല്ലേ. നല്ല ഭംഗിയുള്ള വയൽ. മനോഹരമായ വീടുകൾ കാണുന്നില്ലേ? ഉണ്ട്. വീടുകൾക്ക് ചുറ്റും വാഴ മുതലായ കൃഷികളുണ്ട്. പിന്നെ കൂറ്റൻ കെട്ടിടങ്ങൾ കാണുന്നുണ്ടല്ലേ. മനോഹരമായ പുഴയുണ്ട്. പുഴയിൽ കുഞ്ഞോളങ്ങളുണ്ട്, കണ്ടില്ലേ? കുഞ്ഞോളങ്ങൾ. ഈ പുഴയ്ക്ക് മുകളിലൂടെ കെട്ടിയുണ്ടാക്കിയ റോഡ്, അതായത് പാലം. ഈ റോഡിലൂടെ വണ്ടികൾ ഇങ്ങനെ ഓടുന്നു. അതാ നോക്കൂ, അങ്ങ് അകലെ തീവണ്ടിപ്പാലമുണ്ട്. തീവണ്ടിപ്പാലത്തിൽ
എന്തുകൊണ്ട്? ട്രെയിൻ ഓടുന്നുണ്ടല്ലേ. പിന്നെയോ, ഇതിൻ്റെ കൂടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിച്ചു നോക്കാം. വായിക്കാം. ഒരു അവധിക്കാലത്ത് അഭിനന്ദും നന്ദനയും വെളുപ്പിന് ഉണർന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം. അവിടെ ഉത്സവമാണ്. മക്കളെ, വേഗം കുളിച്ചോളൂ. വസ്ത്രങ്ങൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ആ, അഭിനന്ദിൻ്റെയും നന്ദനയുടെയും ഒരവധിക്കാലത്തെ കഥ പറയുകയാണല്ലേ. അവരുടെ അമ്മമ്മയുടെ നാട്ടിൽ ഉത്സവമാണ്. അഭിനന്ദും നന്ദനയും വെളുപ്പിന് ഉണർന്നിരിക്കുന്നു. അമ്മമ്മയുടെ നാട്ടിൽ പോകണം. അവിടെ ഉത്സവമാണ്. മക്കളെ, വേഗം കുളിച്ചോളൂ. ആ, തുണികൾ അടുക്കി വെക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ആഹാ, മനോഹരമായ ചിത്രം. ഒരു വയലിൻ്റെ ചിത്രമാണല്ലോ. മക്കൾ കണ്ടോ? ഒരു വശത്ത് പശുക്കൾ പുല്ല് തിന്നുന്നു. പശുക്കൾ മേയുന്നു അല്ലേ. ഒരു വശത്ത് ഭംഗിയുള്ള വീടുകൾ, വീടിന് ചുറ്റും വാഴകൾ, മരങ്ങൾ എല്ലാം ഉണ്ട്. വീടിന് ചുറ്റും കൃഷിയുണ്ടല്ലേ. വയലിലൂടെ റോഡരികിൽ തെങ്ങുകൾ. ഒരു വശത്ത് കർഷകർ നെല്ലുണ്ടാക്കാൻ വേണ്ടി നിലമൊരുക്കുന്നു. മറുവശത്ത് നോക്കൂ, മറുവശത്ത് തോട്ടരികിലിരുന്ന് ഒരാൾ മീൻ പിടിക്കുകയാണ്. അയാൾ എങ്ങനെയാണ് മീൻ പിടിക്കുന്നത്? ആ ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണ്. ഇനി കഥയുടെ ബാക്കി വായിക്കാം. നമുക്ക് വായിക്കാം. ബാഗുമെടുത്ത് 6-ാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങി. വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ബഹളമയം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. കാർ പാലത്തിലേക്ക് കയറി. താഴെ നിറഞ്ഞൊഴുകുന്ന പുഴ. തോണിയിലിരുന്ന് മീൻ പിടിക്കുന്നവരെ നോക്കി അവർ കൈവീശി. ചുക് 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 ചുക്. അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകൾ കണ്ടു രസിച്ചു. കാർ നാട്ടിൻ പുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിന് നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ. തെങ്ങിൻതോപ്പും വാഴത്തോട്ടവും പിന്നിട്ട് കാർ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. വീടിനു മുന്നിലെ വിശാലമായ മുറ്റത്ത് കാർ നിന്നു. നന്ദന ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. ഓ, എൻ്റെ പൊന്നുമോൾ എത്തിയോ? നോക്കൂ. ബാഗുമെടുത്ത് 6-ാം നിലയിൽ നിന്ന് പടികളിറങ്ങി എല്ലാവരും കാറിനടുത്തെത്തി. അങ്ങനെ അഭിനന്ദും നന്ദനയും കുടുംബവും അമ്മയുടെ നാട്ടിൽ പോകാൻ ഇറങ്ങിയല്ലേ. ബാഗുമെടുത്ത് 6-ാം നിലയിൽ നിന്ന് പടികളിറങ്ങി കാറിനടുത്തെത്തി. എല്ലാവരും കാറിനടുത്തെത്തി. തിരക്കിലൂടെ കാർ മുന്നോട്ട് നീങ്ങിയല്ലേ. വീതിയേറിയ റോഡിലൂടെ, അതായത് റോഡിന് നല്ല വീതിയുണ്ട്. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുന്നു. ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ഒരു ബഹളമയം. റോഡരികിലെ സിഗ്നൽ പോസ്റ്റിൽ ചുവപ്പ് വെളിച്ചം തെളിഞ്ഞു അല്ലേ. അന്നേരം വാഹനം നിർത്തണമെന്നാണ് സിഗ്നൽ. ചുവപ്പ് വെളിച്ചം തെളിഞ്ഞതോടെ അച്ഛൻ കാർ നിർത്തി. വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ പച്ച വെളിച്ചം തെളിയണം. സിഗ്നൽ പോസ്റ്റിൽ പച്ച വെളിച്ചം തെളിഞ്ഞു. നിരനിരയായി നിൽക്കുന്ന വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങി. അഭിനന്ദും നന്ദനയും സഞ്ചരിക്കുന്ന കാർ പാലത്തിലേക്ക് കയറി. പാലത്തിനു താഴെ നിറഞ്ഞൊഴുകുന്ന പുഴയാണ്. തോണിയിലിരുന്ന്
മീൻ പിടിക്കുന്നവരെ നോക്കി. അവർ കൈവീശി അല്ലേ. അപ്പുറത്ത് റെയിൽപാലമുണ്ടല്ലേ. ചുക്ക് 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 ഇങ്ങനെ അപ്പുറത്തുള്ള പാലത്തിലൂടെ ഒരു തീവണ്ടി കടന്നുപോയി. അഭിനന്ദും നന്ദനയും കാഴ്ചകളെല്ലാം കണ്ട് രസിച്ചു. അവരുടെ കാർ നാട്ടിൻ പുറത്തെത്തി. റോഡിൽ തിരക്ക് കുറഞ്ഞു. ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടയ്ക്ക് പച്ച വിരിച്ച പാടങ്ങൾ. അങ്ങകലെ എന്താണ്, ഉയർന്ന മലനിരകളുണ്ടല്ലേ. പാടത്തിന് നടുവിലൂടെ മധുരമായി പാടി ഒഴുകുന്ന തോടുണ്ടെന്നാ പറഞ്ഞു. കലകളം ഒഴുകുന്ന തോടുണ്ട്. വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകളുണ്ട്. അങ്ങനെ അവരുടെ കാർ തെങ്ങിൻ തോപ്പിലെ റോഡിലൂടെ വാഴത്തോട്ടവും പിന്നിട്ട് ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. അതായത് ടാറിടാത്ത റോഡിലേക്ക് തിരിഞ്ഞു. മണ്ണാണ് റോഡല്ലേ, ഒന്നും ചെയ്യാത്ത, വെട്ടി ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ. അങ്ങനെ ചെമ്മൺ പാതയിലേക്ക് തിരിഞ്ഞു. അമ്മമ്മയുടെ വീടിന് മുന്നിൽ കാറെത്തി. കാർ നിന്നു. നന്ദന ഇറങ്ങി ഓടിച്ചെന്ന് അമ്മമ്മയുടെ കണ്ണുപൊത്തി. അപ്പോൾ അമ്മമ്മ ചോദിച്ചു, ഓ എൻ്റെ പൊന്നുമോളെത്തിയോ? ഇതാണ് കഥ അല്ലേ. ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാം? നന്ദനയും അഭിനന്ദും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? വീതിയേറിയ റോഡ്, തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ഒരു ബഹളമയം. റോഡരികിൽ സിഗ്നൽ പോസ്റ്റ്, നിറഞ്ഞൊഴുകുന്ന പുഴ, അതിന് മുകളിലൂടെ കെട്ടിയ റോഡ്, പുഴയിൽ തോണിയും മീൻപിടുത്തക്കാരും, അപ്പുറത്തെ പാലത്തിലൂടെ തീവണ്ടി പോകുന്നു. ഇതെല്ലാമാണ് അഭിനന്ദും നന്ദനയും പട്ടണത്തിൽ കണ്ട കാഴ്ചകൾ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. നാട്ടിൻ പുറത്ത് അവർ എന്തൊക്കെ കണ്ടു നോക്കാം നമുക്ക്. നാട്ടിൻ പുറത്ത് അവർ എന്തൊക്കെ കണ്ടു? തിരക്ക് കുറഞ്ഞ റോഡ്, ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ചവിരിച്ച പാടങ്ങൾ, അങ്ങകലെ ഉയർന്ന മലനിരകൾ, പാടത്തിനു നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്, വരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, തെങ്ങിൻതോപ്പും വാഴത്തോട്ടവും ചെമ്മൺ പാതയും. അടുത്ത പ്രവർത്തനം നോക്കാം. പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത്? പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ ഒരുപോലെയാണോ? എന്തെല്ലാം വ്യത്യാസങ്ങളാണുള്ളത് നോക്കാം നമുക്ക്. പട്ടണത്തിലെയും നാട്ടിൻപുറത്തെയും കാഴ്ചകൾ ഒരുപോലെയല്ല. പട്ടണത്തിൽ വീതിയേറിയ തിരക്കേറിയ റോഡ്, ഇരുവശത്തും കൂറ്റൻ കെട്ടിടങ്ങൾ, കാൽനടക്കാരും വാഹനങ്ങളും, ആകെ ഒരു ബഹളമയം. റോഡരികിൽ സിഗ്നൽ പോസ്റ്റ്, അങ്ങകലെ റെയിൽപാലത്തിൽ തീവണ്ടി കടന്നു പോകുന്നു. ഈ നാട്ടിൻപുറത്ത് റോഡരികിൽ ഇരുവശത്തും ധാരാളം മരങ്ങൾ, കൊച്ചു കൊച്ചു വീടുകൾ, ഇടയ്ക്കിടെ പച്ച വിരിച്ച പാടങ്ങൾ, പാടത്തിന് നടുവിലൂടെ കളകളം ഒഴുകുന്ന തോട്, വരമ്പിൽ ഭംഗിയോടെ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ, പുല്ലുമേയുന്ന പശുക്കൾ, കർഷകർ, അങ്ങകലെ ഉയർന്ന മലനിരകൾ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. എഴുതാം. പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. ഇവിടെ വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണല്ലേ. രണ്ട് കാര്യങ്ങൾ ഇവിടെ മുഴുവനായിട്ടും കൊടുത്തിട്ടുണ്ട്. വീതിയേറിയ റോഡ്, കൂറ്റൻ കെട്ടിടങ്ങൾ. ബാക്കി നമ്മൾ നല്ലവണ്ണം പാഠം വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് കണ്ടെത്തി എഴുതണം. അപ്പോൾ നമുക്ക് എഴുതാം. ആദ്യത്തേത് വീതിയേറിയ റോഡ്. അടുത്ത് നമ്മൾ പൂരിപ്പിക്കണം ഡാഷ് പുഴ. എന്താണ് പുഴ? എങ്ങനെയുള്ളതാണ്? നിറഞ്ഞൊഴുകുന്ന
പുഴയാണ്, നിറഞ്ഞൊഴുകുന്ന പുഴ. അടുത്തത് ഡാഷ് തോട്. അവിടെ പൂരിപ്പിക്കേണ്ടത് കളകളം ഒഴുകുന്ന തോട്. അടുത്തത് ഡാഷ് പാടങ്ങൾ. പാടങ്ങൾ എങ്ങനെയുള്ളതാണ്? പച്ച വിരിച്ച പാടങ്ങൾ. അടുത്ത് കൂറ്റൻ കെട്ടിടങ്ങൾ, അതിവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പൂരിപ്പിക്കണം ഡാഷ് മുറ്റം. എങ്ങനെയുള്ള മുറ്റമാണ്? വിശാലമായ മുറ്റം. അടുത്തത് ഡാഷ് മലനിരകൾ. മലനിരകൾ എങ്ങനെയുള്ളതാണ്? ഉയർന്ന മലനിരകൾ. അടുത്ത പ്രവർത്തനം നോക്കാം. വാക്യം മാറ്റി എഴുതാം. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. തൊട്ടു തൊട്ടു വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. അടിയിൽ വരയിട്ട വാക്കുകൾക്ക് പകരം തലങ്ങും വിലങ്ങും നിരനിരയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ മാറ്റി എഴുതൂ. ഇവിടെ ചില വാക്കുകളുടെ അടിയിൽ വരയിട്ടിട്ടുണ്ടല്ലേ? ഏതൊക്കെയാണ്? വിലങ്ങനെയും കുറുങ്ങനെയും തൊട്ടു തൊട്ടു വച്ചിരിക്കുന്ന ഈ വാക്കുകളുടെ അടിയിൽ വരയിട്ടിട്ടുണ്ട്. ഈ വാക്കുകൾക്ക് പകരം തലങ്ങും വിലങ്ങും നിരനിരയായി തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ നമ്മൾ മാറ്റി എഴുതണം. അതെങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. അപ്പോൾ നമ്മൾ വിലങ്ങനെയും കുറുങ്ങനെയും എന്നത് മാറ്റി തലങ്ങും വിലങ്ങും എന്നെഴുതി അല്ലേ? ഇനിയോ, നിരനിരയായി വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. അപ്പോൾ തൊട്ടു തൊട്ടു വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ എന്ന സ്ഥലത്തെ നിരനിരയായി വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട് എന്ന് നമ്മൾ എഴുതി. മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. നിരനിരയായി വച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. അങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പാഠത്തിലുള്ളതുപോലെ ആശയങ്ങൾ ക്രമപ്പെടുത്തി എഴുതൂ. നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. മുത്തശ്ശിക്ക് സന്തോഷമായി. യാത്രയ്ക്ക് തയ്യാറായി. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. ഇതിൽ ആദ്യം ഏതാണ് എഴുതേണ്ടത്? രണ്ടാമത് ഏതാണ് എഴുതേണ്ടത്? മൂന്നാമത് ഏതാ എഴുതേണ്ടത്? നാലാമത് ഏതാ എഴുതേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കണം. പാഠമൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും. അപ്പോൾ ഏതാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഏതാണ് എഴുതേണ്ടത്? അവർ ബാഗുമെടുത്ത് യാത്രയ്ക്ക് തയ്യാറായില്ലേ? അപ്പോൾ യാത്രയ്ക്ക് തയ്യാറായി. പിന്നീടോ അവർ കയറിയ കാറ് നഗരത്തിരക്കിലൂടെ നീങ്ങി. അടുത്തത് നഗരത്തിരക്കിലൂടെ നീങ്ങി. രണ്ടാമത്തതോ അവർ നഗരത്തിലെ കാഴ്ചകൾ കണ്ടു. അപ്പോൾ അടുത്തത് നഗരത്തിലെ കാഴ്ചകൾ കണ്ടു. അടുത്തതോ അവരുടെ കാറ് മുത്തശ്ശിയുടെ വീടിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്ന് അവരിറങ്ങി അവരെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് സന്തോഷമായി അല്ലേ? അപ്പം അടുത്തത് മുത്തശ്ശിക്ക് സന്തോഷമായി. യാത്രയ്ക്ക് തയ്യാറായി. നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. മുത്തശ്ശിക്ക് സന്തോഷമായി. അടുത്തത് ഒരു കളിയുടെ കഥയാണ്. നമുക്കിതൊന്ന് വായിക്കാം. മാണിക്യച്ചെമ്പഴുക്ക. മാഞ്ചുവട്ടിൽ കുട്ടികളുടെ ബഹളം. അഭിനന്ദും നന്ദനയും അങ്ങോട്ടോടി. അയൽപ്പക്കത്തെ കുട്ടികൾ കളിക്കുകയാണ്. ഏതു കളിയാണ് നിങ്ങൾ കളിക്കുന്നത്? നന്ദന ചോദിച്ചു. മാണിക്യച്ചെമ്പഴുക്ക. അതെങ്ങനെയാ കളിക്കുക? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ഉണ്ണി പറഞ്ഞു. മാണിക്യച്ചെമ്പഴുക്ക കളിക്കുന്നത് എങ്ങനെയാണെന്ന് ഉണ്ണി നന്ദനയ്ക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും പിറകിലേക്ക് കൈകെട്ടി വട്ടത്തിൽ നിൽക്കണം. നടുവിൽ ഒരു കുട്ടിയും. വട്ടത്തിൽ നിൽക്കുന്നവർ പാട്ടുപാടിക്കൊണ്ട് ഒരു പഴുത്ത അടയ്ക്ക പിറകിലൂടെ കൈമാറണം. ഈ അടയ്ക്ക കൈമാറുന്നത് നടുവിൽ നിൽക്കുന്ന കുട്ടി കാണരുത്. ഓടുന്നുണ്ട് ഓടുന്നുണ്ട് മാണിക്യച്ചെമ്പഴുക്ക എന്ന പാട്ടും പാടിക്കൊണ്ടാണ് അടയ്ക്ക കൈമാറേണ്ടത്. ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക, ആ കയ്യിൽ ഈ കയ്യിലോ
മാണിക്യച്ചെമ്പഴുക്ക. നടുവിലിരിക്കുന്ന വിരുദ്ധനറിയാതെ ഓടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. ആരുടെ കയ്യിലാണ് ചെമ്പഴുക്ക എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം. പറഞ്ഞത് ശരിയായാൽ ചെമ്പഴുക്ക കയ്യിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം. പറഞ്ഞത് ശരിയായില്ലെങ്കിൽ ആ കുട്ടി തന്നെ വിരുദ്ധനായി തുടരണം. നോക്കൂ, മാഞ്ചുവട്ടിൽ കുട്ടികളുടെ ബഹളം കേട്ട അഭിനന്ദും നന്ദനയും അങ്ങോട്ടോടി. അവിടെ ചെന്നപ്പോഴോ അയൽപ്പക്കത്തെ കുട്ടികൾ കളിക്കുകയാണ്. അയൽപ്പക്കത്തെ കുട്ടികൾ കളിക്കുന്ന ബഹളമാണ് കേട്ടത്. അവർക്ക് സന്തോഷമായി. നന്ദന ചോദിച്ചു, ഏത് കളിയാണ് കളിക്കുന്നത്? മാണിക്യച്ചെമ്പഴുക്ക. അതെങ്ങനെയാ കളിക്കുക എന്ന് നന്ദന ചോദിച്ചു. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് ഉണ്ണി പറഞ്ഞു. എല്ലാവരും പിറകിലേക്ക് കൈകെട്ടി വട്ടത്തിൽ നിൽക്കണം. എല്ലാവരും വട്ടത്തിൽ നിൽക്കണം. പിന്നെയോ എല്ലാവരും പിറകിലേക്ക് കൈകെട്ടിയിട്ട് വേണം വട്ടത്തിൽ നിൽക്കാൻ. ഒരു കുട്ടി ഈ വട്ടത്തിന് നടുവിൽ നിൽക്കണം. നടുവിൽ നിൽക്കുന്ന കുട്ടിയുടെ ചുറ്റും ആണ് മറ്റു കുട്ടികൾ വട്ടത്തിൽ നിൽക്കേണ്ടത്. വട്ടത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു പഴുത്ത അടയ്ക്ക ഉണ്ടാവും. ആ പഴുത്ത അടയ്ക്ക പിറകിലൂടെ കൈമാറണം. അതായത് ഒരു കുട്ടിയുടെ കയ്യിലുള്ള അടയ്ക്ക മറ്റേ കുട്ടിയുടെ കയ്യിലേക്ക്, ആ കുട്ടി മറ്റേ കുട്ടിയുടെ കയ്യിലേക്ക് ഇങ്ങനെ കൈമാറണം. ഈ അടയ്ക്ക പിറകിലൂടെ കൈമാറുമ്പോൾ നടുവിൽ നിൽക്കുന്ന കുട്ടി ഇത് കാണുവാനും പാടില്ല. ഓടുന്നുണ്ടേ എന്ന പാട്ട് പാടിക്കൊണ്ടാണ് അടയ്ക്ക കൈമാറേണ്ടത്. മക്കള് ഈ പാട്ട് ഈണത്തിലൊക്കെ പാടണം കേട്ടോ. ഓടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക, ആ കയ്യിൽ ഈ കയ്യിലോ മാണിക്യച്ചെമ്പഴുക്ക, നടുവിലിരിക്കുന്ന വിരുദ്ധനറിയാതെ ഓടുന്നുണ്ടേ മാണിക്യച്ചെമ്പഴുക്ക. നടുവിൽ നിൽക്കുന്ന കുട്ടി എന്താണ് വിളിക്കുന്നത്? വിരുദ്ധൻ എന്ന് വിളിക്കില്ലേ? ആരുടെ കയ്യിലാണ് ചെമ്പഴുക്ക എന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറയണം. നടുവിൽ നിൽക്കുന്ന കുട്ടി പറഞ്ഞത് ശരിയാണെങ്കിൽ, അതായത് കൃത്യമായും ആരുടെ കയ്യിലാണ് ചെമ്പഴുക്ക നിൽക്കുന്നതെന്ന് നടുവിൽ നിൽക്കുന്ന കുട്ടി പറഞ്ഞാൽ ചെമ്പഴുക്ക കയ്യിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം. പറഞ്ഞത് ശരിയാണെങ്കിൽ കേട്ടോ, വിരുദ്ധൻ പറഞ്ഞത് ശരിയാണെങ്കിൽ ചെമ്പഴുക്ക കയ്യിലുള്ള കുട്ടി നടുവിൽ നിൽക്കണം. വിരുദ്ധനാവണല്ലേ. പറഞ്ഞത് ശരിയല്ലെങ്കിൽ ആദ്യം നടുവിൽ നിന്ന ആ വിരുദ്ധൻ തന്നെയാണ്. ആ കുട്ടി തന്നെ വീണ്ടും വിരുദ്ധനായി തുടരണം. അടുത്ത നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. എത്ര കളികളുടെ പേരറിയാം? നിങ്ങൾക്കറിയാവുന്ന കളികളുടെ പേരെഴുതൂ. അപ്പം മക്കൾക്കറിയാവുന്ന കളികളുടെ പേരിവിടെ എഴുതണം. ഇപ്പോൾ നമുക്കൊരു 4 കളികളുടെ പേരിവിടെ എഴുതാം. ഒളിച്ചുകളി, കസേര കളി, കള്ളനും പോലീസും, കുളം, കര. ഈ കൂട്ടത്തിൽ ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതെല്ലാം? അപ്പം കള്ളി വരച്ച് ഉപകരണങ്ങൾ വേണ്ട കളികൾ, മറ്റേ കളിയിൽ ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ. അപ്പോൾ ഉപകരണങ്ങൾ വേണ്ട കളികൾ ഏതാണ്? നമ്മൾ എഴുതിയതിൽ കള്ളനും പോലീസും കളിക്കാൻ പേപ്പറും പേനയൊക്കെ വേണമല്ലേ. കസേര കളിക്കും വേണം, കസേരയും ഒക്കെ വേണ്ടേ. കുളംകര, ഉപകരണങ്ങൾ വേണ്ടാത്ത കളികൾ കുളംകര. ഒളിച്ചുകളി, ഇതിന് ഉപകരണങ്ങൾ വേണ്ട. ഇതിൽ 2 പേർ മാത്രം കളിക്കാവുന്നവ കുളം, കര, ഒളിച്ചുകളി. സംഘമായി കളിക്കാവുന്നവ കള്ളനും പോലീസും, കസേര കളി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത പ്രവർത്തനം പറയാം. ഈ കളികളിൽ 2 പേർ മാത്രം കളിക്കുന്നവ ഏതൊക്കെ? സംഘമായി കളിക്കുന്നവയോ? നോക്കൂ, 2 പേർ മാത്രം കളിക്കാവുന്നവ കുളം, കര. 2 പേർ മാത്രമായാലും കളിക്കാം. ഒളിച്ചുകളിയും 2 പേർ മാത്രമായാലും കളിക്കാം. സംഘമായി കളിക്കുന്നവയോ? കള്ളനും പോലീസും, കസേര കളി. ഇതൊക്കെ സംഘമായിട്ട് കളിക്കാൻ കഴിയൂ. എനിക്കിഷ്ടപ്പെട്ട കളി. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് വിവരണം എഴുതൂ. കുഞ്ഞുമക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിയെക്കുറിച്ച് ഒരു വിവരണം എഴുതാനാണ് ചോദിച്ചത്. മക്കൾക്ക് കുളംകര എന്ന കളി ഇഷ്ടമല്ലേ? ഈ കളിയെക്കുറിച്ച് നമുക്കൊരു വിവരണം എഴുതാം. കുളം, കര. ഈ കളിക്ക്
നിരപ്പായ സ്ഥലം വേണം. സംഘമായും 2 പേർ മാത്രമായും കളിക്കാം. പക്ഷേ ഇപ്പോൾ ഈ കളിയിൽ 7 പേരുണ്ട്. ഇനി നിരപ്പായ സ്ഥലത്ത് ഒരു വലിയ വൃത്തം വരയ്ക്കാം. നമുക്ക് ചോക്കുപൊടി ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാം. വെറുതെ മണ്ണിൽ കാലുകൊണ്ട് വരച്ചാലും മതി. ഈ വൃത്തത്തിൻ്റെ ഉൾഭാഗം കുളമായും പുറം ഭാഗം കരയായും സങ്കല്പിക്കാം. ഇനി ഈ 7 പേരിൽ 6 പേർ വൃത്തത്തിന് ചുറ്റും വട്ടത്തിൽ നിൽക്കുക. ഒരാൾ പുറത്ത് കുറച്ച് മാറി നിൽക്കുക. ഇനി കളി തുടങ്ങാം. മാറി നിൽക്കുന്ന കുട്ടി കുളം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ കുളത്തിലേക്ക് ചാടണം. കര എന്ന് പറയുമ്പോൾ കരയിലേക്ക് ചാടണം. വീണ്ടും കുളം എന്ന് പറയുമ്പോൾ കുളത്തിലേക്ക്, കര എന്ന് പറയുമ്പോൾ കരയിലേക്ക് ചാടുന്നു. വീണ്ടും കര എന്ന് പറയുന്നു. അന്നേരം കുളത്തിലേക്ക് ചാടിയാൽ ആ കുട്ടി പുറത്തു പോകും. വീണ്ടും കുളം എന്ന് പറയുന്നു. പെട്ടെന്ന് കരയിലേക്ക് ചാടുന്നു, പുറത്തു പോകുന്നു. ഇങ്ങനെ തുടരും. കുളം കര, കുളം കര, കര കര കുളം, കര കുളം. ഈ കളിയിൽ എന്താ വേണ്ടത്? ഏകാഗ്രത വേണം. അതായത് ഈ കളിയിലേക്ക് നല്ല ശ്രദ്ധ വേണം. അല്ലെങ്കിൽ പെട്ടെന്ന് കളിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. നമ്മുടെ കുളം. അച്ഛാ അച്ഛാ, അതാ ഒരു ജാഥ. മാഞ്ചുവട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന നന്ദന ഓടി വന്ന് പറഞ്ഞു. പാടവരമ്പിലൂടെ വരിവരിയായി ആളുകൾ നടന്നു വരുന്നു. നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പ ഇന്ന് തയ്യൽക്കട തുറന്നിട്ടില്ലേ? സഞ്ജു ചോദിച്ചു. എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരികിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? നീ വരുന്നോ? ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ഞാനും വരാം. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ. കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിൻ്റെ ഉപ്പ പറഞ്ഞു. നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ. കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല, രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തലകുലുക്കി. നോക്കാം, നന്ദനയും കൂട്ടുകാരും മാഞ്ചുവട്ടിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. നന്ദന, നുസ്രത്ത്, സഞ്ജു ഇവരാണ് കൂട്ടുകാർ. അന്നേരം പാടവരമ്പിലൂടെ വരിവരിയായി ആളുകൾ വരുന്നു. നന്ദന അച്ഛൻ്റെ അടുത്തേക്ക് ഓടിയല്ലേ. എന്നിട്ട് അച്ഛാ അച്ഛാ, അതാ ഒരു ജാഥ എന്ന് പറഞ്ഞു. സഞ്ജു നുസ്രത്തിനോട് ചോദിച്ചു. അന്നേരം, നുസ്രത്തെ, നിന്റെ ഉപ്പയല്ലേ മുന്നിലുള്ളത്? ഉപ്പ ഇന്ന് തയ്യൽക്കട തുറന്നിട്ടില്ലേ? എല്ലാവരും വട്ടിയും കുട്ടയുമായി എങ്ങോട്ടാ? വേലിക്കരിയിൽ നിന്ന് നന്ദനയുടെ അച്ഛൻ ചോദിച്ചു. നന്ദനയുടെ അച്ഛൻ വേലിക്കരിയിലാണ് നിൽക്കുന്നല്ലേ. എല്ലാവരും വട്ടിയും കുട്ടയുമായിട്ട് എങ്ങോട്ടാണെന്ന് നന്ദനയുടെ അച്ഛൻ തിരക്കി. അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? നീ വരുന്നോ? ഞങ്ങൾ പാടത്തെ കുളം വൃത്തിയാക്കാൻ പോവുകയാ, ഗോവിന്ദേട്ടൻ പറഞ്ഞു. ആരാ ഈ രാജു? നന്ദനയുടെ അച്ഛൻ്റെ പേര് രാജു എന്നാണല്ലേ. ഗോവിന്ദേട്ടൻ നന്ദനയുടെ അച്ഛനായ രാജുവിനോട്, അല്ല രാജു, നീ എപ്പോഴാ നാട്ടിൽ വന്നത്? ഞങ്ങൾ കുളം നന്നാക്കാൻ, അല്ലെങ്കിൽ വാര് വൃത്തിയാക്കാൻ പോവുകയാണ്. നീയും ഞങ്ങളുടെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. ഞാനും വരാം. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ ഗോവിന്ദേട്ടാ. നന്ദനയുടെ അച്ഛൻ പറഞ്ഞു. പണ്ട് നമ്മളൊക്കെ ചേർന്ന് കുഴിച്ച കുളമല്ലേ, അത് വൃത്തിയാക്കാൻ ഞാനും വരാമെന്ന് പറഞ്ഞു. കുളം വൃത്തിയാക്കിയാൽ കുട്ടികൾക്കെല്ലാം നീന്തൽ പഠിക്കാം, നുസ്രത്തിൻ്റെ ഉപ്പ പറഞ്ഞു. നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ. കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല, രാജു പറഞ്ഞപ്പോൾ എല്ലാവരും തല കുലുക്കി. നന്ദനയുടെ അച്ഛൻ രാജു എന്താണ് പറഞ്ഞത്? നാട്ടുകാർ ഒരുമിച്ചാൽ പലതും ചെയ്യാൻ കഴിയും. നമ്മുടെ റോഡെല്ലാം കുണ്ടും കുഴിയുമായി കിടക്കുകയല്ലേ. റോഡെല്ലാം പൊട്ടിപ്പൊടിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുകയാണല്ലേ. ആ കുഴികളെല്ലാം മണ്ണിട്ട് മൂടിയാൽ വഴി നടക്കാൻ പ്രയാസമുണ്ടാവില്ല എന്ന് പറഞ്ഞു. രാജു ഇത് പറഞ്ഞപ്പോൾ എല്ലാവരും തല കുലുക്കി. രാജു പറഞ്ഞത് എല്ലാവരും അംഗീകരിച്ചു അല്ലേ. ഇനി ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ഒന്ന്, ഇതുപോലെ ഏതൊക്കെ പൊതു ഇടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്? എഴുതൂ. ബസ് കാത്തിരിപ്പ് കേന്ദ്രം, ബീച്ച്, റെയിൽവേ സ്റ്റേഷൻ, തോടുകൾ, മൈതാനം, ഗവൺമെൻറ് ആശുപത്രി, ഹൈവേ, ഇങ്ങനെ കുറേ പൊതുയിടങ്ങളുണ്ടല്ലേ.
അടുത്തത് കുളത്തിൻ്റെ കരയിൽ വച്ച ബോർഡ് കണ്ടില്ലേ? ഇത്തരം ബോർഡുകൾ എവിടെയൊക്കെ സ്ഥാപിക്കാം? തോടുകളിൽ പ്ലാസ്റ്റിക് കവറുകൾ ഒഴുക്കരുത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം വൃത്തിയായി സൂക്ഷിക്കുക എന്ന് വയ്ക്കാം. റോഡിൽ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ജലം അമൂല്യമാണ്, പാഴാക്കരുത്. ഇങ്ങനെയൊക്കെ ബോർഡുകൾ വയ്ക്കാം അല്ലേ? ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. താഴെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലേ? അതിൽ വയലുണ്ട്, പുഴയുണ്ട്, റോഡിൽ ഓട്ടോറിക്ഷ ഓടുന്നു, പോസ്റ്റിൽ കയറി വർക്ക് ചെയ്യുന്ന ഇലക്ട്രീഷ്യൻ ഉണ്ട്, ട്രാക്ടർ നിലമുഴുന്നു, കർഷകൻ തൂമ്പ കൊണ്ട് നിലമൊരുക്കുന്നു, ഒരു സ്ത്രീ ജോലിക്ക് പോകുന്നു, മീൻ കച്ചവടക്കാരുണ്ട്, മൺപാത്രം വിൽക്കുന്നവരുണ്ട്, ഷോപ്പിൽ തയ്യൽ നടത്തുന്നവരുണ്ട്, പറമ്പിൽ വീടുകൾ, മരങ്ങൾ, തെങ്ങുകൾ, മറ്റ് കൃഷികളെല്ലാം ഉണ്ടല്ലേ? ട്രാഫിക് പോലീസ്, ഇങ്ങനെ എല്ലാം ഉണ്ട്. നിങ്ങളുടെ കൂട്ടുകാരുടെ കുടുംബങ്ങളിൽ ഏതെല്ലാം തൊഴിൽ ചെയ്യുന്നവരുണ്ട്? കൃഷിക്കാരുണ്ട്, കൽപ്പണിക്കാരുണ്ട്, ആശാരിയുണ്ട്, തെങ്ങുകയറ്റക്കാരുണ്ട്, പെയിൻറ്റിംഗ് ഉണ്ട്, ഇലക്ട്രീഷ്യനുണ്ട്, പ്ലംബർ, അധ്യാപകർ, ഓഫീസർ, കച്ചവടക്കാർ, ഇങ്ങനെ പല തൊഴിലുകളും ചെയ്യുന്നവരുണ്ട്. നമുക്കിനി അടുത്ത പ്രവർത്തനം നോക്കാം. നുസ്രത്തിൻ്റെ ഉപ്പ തയ്യൽക്കാരനാണ്. ഇതുപോലെ മറ്റ് തൊഴിലുകളുടെ പേരെഴുതൂ. ഓട്ടോ ഡ്രൈവർ, കൃഷിക്കാരൻ, മരം വെട്ടുകാരൻ, മത്സ്യത്തൊഴിലാളികൾ, കച്ചവടക്കാരൻ, ഇങ്ങനെ കുറേ തൊഴിലുകളുണ്ടല്ലേ? അടുത്ത നോക്കാം. വാക്കുകൾ എഴുതാം, വായിക്കാം. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്ത് ഭംഗിയിലാണിത് ക്രമീകരിച്ചിരിക്കുന്നത് നോക്കൂ. അടുത്ത് ഒരു ചതുരത്തിനുള്ളിൽ 2 വാക്കുകളും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതുപോലെ മറ്റ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ ഉണ്ടാക്കാം. രഥം, പാത, കായൽ, ഗതി, നിധി, ജലം, ദാനം, ഇങ്ങനെ കുറേ വാക്കുകൾ ഉണ്ടാക്കാം. അടുത്തത് വാക്യങ്ങൾ എഴുതൂ. കണ്ടെത്തിയ വാക്കുകൾ കൊണ്ട് വാക്യങ്ങൾ എഴുതൂ. അതാണ് അടുത്ത പ്രവർത്തനം. രഥം പാതയിലൂടെ ഓടി, കായലിലെ ബോട്ടിൽ കയറി ആസ്വദിച്ചു, ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും, നിന്റെ സമ്മാനം ഞാൻ നിധി പോലെ സൂക്ഷിക്കും, ജലസ്രോതസ് സംരക്ഷിക്കുക. അടുത്തത് കളിപ്പാട്ടം നിർമ്മിക്കാം. അമ്മമ്മ കുട്ടികൾക്ക് ചില കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. നിങ്ങൾക്ക് ഇത്തരം കളിപ്പാട്ടം ഉണ്ടാക്കാമോ? 2 കളിപ്പാട്ടങ്ങൾ. ഒന്ന് ചാഞ്ചാടും പാവ, മറ്റേത് മച്ചിങ്ങ വണ്ടി. പലതരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാം. വാഴത്തട്ടയുടെ പുറന്തോട് പൊളിച്ച് മടക്കി 2 തലയും ചേർത്ത് പിടിച്ച് ഈളുകൊണ്ട് കുത്തി യോജിപ്പിച്ച് ഡിസൈൻ കൊടുത്ത് തവളയെ ഉണ്ടാക്കാം. അമ്മമ്മയുടെ നാടിൻ്റെ പ്രത്യേകതകൾ വായിച്ചല്ലോ. നിങ്ങളുടെ നാടിൻ്റെ പ്രത്യേകതകൾ ഉൾപ്പെടുത്തി ഒരു ലഘു വിവരണം തയ്യാറാക്കൂ. അപ്പോൾ മക്കൾ നിങ്ങളുടെ നാടിൻ്റെ പ്രത്യേകതകളൊക്കെ ചുരുക്കി എഴുതുകയാണ് വേണ്ടത്. ഇപ്പോൾ നമുക്കൊരു ലഘു വിവരണം ഇവിടെ തയ്യാറാക്കാം. എൻ്റെ വീടിനടുത്ത് മനോഹരമായ ഒരു കുഞ്ഞു വയലും അതിൽ കളകളം പാടി ഒഴുകുന്ന ഒരു കുഞ്ഞു തോടുമുണ്ട്. അതിൽ പരലുകൾ നീന്തി കളിക്കുന്നത് കാണാൻ എന്ത് രസമാണ്. ഈ തോടും മറ്റു കുറച്ച് തോടുകളും ചേർന്ന് കുറച്ചപ്പുറത്ത് വെച്ച് വലിയൊരു തോടായി. അത് തൊട്ടടുത്ത പാലത്തിന് താഴെ വെച്ച് പുഴയായി മാറുന്നു. ഇതൊരു മനോഹരമായ കാഴ്ച തന്നെ. കൂടാതെ എൻ്റെ നാട്ടിൽ സുഗന്ധപൂരിതമായ പൂക്കളും ചാഞ്ചാടി നിൽക്കുന്ന മനോഹരമായ ഊഞ്ഞാൽ വള്ളികളും മരങ്ങളും നിറഞ്ഞ ചെറിയൊരു മലയുണ്ട്. പച്ചപ്പ് നിറഞ്ഞ നെൽവയലും സുഗന്ധവും കുളിർമയുമുള്ള കാട്ടുചോലയും എല്ലാമുള്ള എൻ്റെ നാട് എത്ര സുന്ദരമാണ്. പാടാം. ഇത് മക്കൾ പാടി പഠിക്കണം. നല്ല ഈണത്തിലൊക്കെ പാടി പഠിക്കണം. ഇതുവരെ പറഞ്ഞതുപോലെ നല്ല ഈണത്തിലൊക്കെ പാടുക കേട്ടോ. ഇവിടെ സൈഡിലായി ഒരു കണ്ണാടിയും അതിൻ്റെ പിറകിൽ
2 കൂട്ടുകാരുമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് പാടി നോക്കാം. കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും കാറ്റിൻ പാട്ടിനു കാതോർത്തിടും പുഴകളുമുള്ളൊരു മലനാട്. കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരമെന്നാട്. ആദ്യം നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ പഠിക്കാം. കുളം, ഒഴുക്കില്ലാത്ത ഒറ്റപ്പെട്ട ജലാശയം. തോട്, നീർച്ചാൽ. ചോല, മുകളിൽ നിന്ന് സദാ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന നീർച്ചാൽ. അരുവി, വെള്ളച്ചാട്ടം, നീരോട്ടം എന്നൊക്കെ പറയും. കതിരണി വയൽ, നെൽപ്പാടങ്ങൾ. മേട്, കുന്ന്. നോക്കൂ, കുളവും തോടും കുളിർച്ചോലകളും കളകളമൊഴുകും അരുവികളും. നമ്മുടെ നാട്ടിൽ കുളമുണ്ട്, തോടും കുളിർച്ചോലകളുമുണ്ട്, കളകളം ഒഴുകുന്ന അരുവികളുണ്ട്, കാറ്റിൻ പാട്ടിനു കാതോർത്തിടും പൂക്കളുമുള്ളൊരു മലനാട്. കാറ്റിൻ്റെ മധുരമൂറും പാട്ടിന് കാതോർത്ത് നിൽക്കുന്ന പൂക്കളുണ്ട്. കാറ്റ് പൂക്കളെ തഴുകാറുണ്ടല്ലേ. കാറ്റടിക്കുമ്പോഴും ഒരു മധുരമായ ശബ്ദം ഉണ്ടാകാറില്ലേ. അതാണ് കാറ്റിൻ പാട്ട് എന്ന് പറഞ്ഞ്. കാറ്റിൻ്റെ മധുരമൂറും പാട്ടിന് കാതോർക്കുന്ന മനോഹരമായ പൂക്കളുമുള്ള മലനാടാണ് നമ്മുടെ നാട്. പിന്നെയോ, കാടും മേടും കതിരണി വയലും അണിയണി നിൽക്കും തെങ്ങുകളും. എന്താണ്? ഭംഗിയുള്ള കാടും മനോഹരമായ കുന്നിൻ മുകളും മനോഹരമായ നെൽവയലും ഭംഗിയോടെ വരിവരിയായി നിൽക്കുന്ന തെങ്ങുകളും. പിന്നെയോ, പക്ഷികൾ പാടും പൂന്തോപ്പുകളും എത്ര മനോഹരമെന്നാട്. പക്ഷികൾ പാടുന്ന, വർണ്ണപക്ഷികൾ മധുരമായി പാടുന്ന ചന്തമേറിയ പൂന്തോട്ടങ്ങളും. എത്ര മനോഹരമായ നാടാണ് നമ്മുടെ നാട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പറയാം, എഴുതാം. മലനാടിൻ്റെ എന്തൊക്കെ പ്രത്യേകതകളാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്? നമുക്ക് നോക്കാം. മനോഹരമായ കുളങ്ങളുണ്ട്, തോടുണ്ട്, കുളിർച്ചോലകൾ, കളകളം ഒഴുകുന്ന അരുവികളുണ്ട്, കാറ്റിൻ്റെ മധുരമൂറും പാട്ടിന് കാതോർക്കുന്ന മനോഹരമായ പൂക്കളുണ്ട്, ഭംഗിയുള്ള കാടും മനോഹരമായ മേടും നെൽവയലും അണിയണി നിൽക്കുന്ന തെങ്ങുകളും പക്ഷികൾ മധുരമായി പാടുന്ന പൂന്തോട്ടങ്ങളും മലനാടിൻ്റെ പ്രത്യേകതകളാണ്. അടുത്ത പ്രവർത്തനം, എഴുതാം. കുളവും തോടും കാടും മേടും ഇതുപോലെ ഒരുമിച്ച് ചേർക്കാവുന്ന മറ്റേതെല്ലാം പദങ്ങൾ നിങ്ങൾക്കറിയാം? എഴുതൂ. എഴുതാം. കടലും കായലും കാറ്റും കോളും ഇടിയും മിന്നലും വെയിലും മഴയും. അടുത്ത പ്രവർത്തനം, പറയാം, എഴുതാം. ഈ കവിതയ്ക്ക് ഒരു തലക്കെട്ട് നൽകൂ. മക്കള് ഈ കവിതയ്ക്ക് ചേരുന്ന ഒരു തലക്കെട്ട്, ഇഷ്ടമുള്ളൊരു തലക്കെട്ട് നൽകണം. ഇപ്പോൾ നമുക്ക് എൻ്റെ നാട് സുന്ദരം എന്നൊരു തലക്കെട്ട് നൽകാം. കവിതയുടെ ആശയം സ്വന്തം വാക്യങ്ങളിൽ പറയൂ, എഴുതൂ. അപ്പോൾ കവിതയുടെ ആശയം സ്വന്തം വാക്യങ്ങളിൽ പറയൂ, എഴുതൂ. നമുക്ക് എഴുതാം. നമ്മുടെ നാട്ടിൽ മനോഹരമായ കുളങ്ങളും മധുരമായി പാടുന്ന തോടുകളും കളകളം ഒഴുകുന്ന അരുവികളുമുണ്ട്. കാറ്റിൻ്റെ മധുരമൂറും പാട്ടിന് കാതോർത്ത് നിൽക്കുന്ന മനോഹരമായ പൂക്കളും പച്ചപ്പ് നിറഞ്ഞ കുന്നിന്മുകളും സുന്ദരമായ നെൽവയലും അതുപോലെ ഭംഗിയോടെ വരിവരി നിൽക്കുന്ന തെങ്ങുകളും പക്ഷികൾ മധുരമായി പാടുന്ന ചന്തമേറിയ പൂന്തോട്ടങ്ങളും എല്ലാം കൂടി ചേർന്ന് എത്ര മനോഹരമാണ് എൻ്റെ നാട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. എന്താണ് അടുത്ത പ്രവർത്തനം? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെ? വീടിൻ്റെ ചിത്രവുമായി വരച്ച് യോജിപ്പിക്കൂ. ഇങ്ങനെ യോജിപ്പിക്കുക. എൻജിനീയറിങ് വീട് പണിയുമായി ബന്ധപ്പെട്ട പണിയാണ്. വാർപ്പ് പണി വീട് പണിയുമായി ബന്ധപ്പെട്ട പണിയാണ്. മരപ്പണി, വയറിങ്, പെയിൻറ്റിങ് ഇതെല്ലാം വീട് പണിയുമായി ബന്ധപ്പെട്ട പണിയാണ്.
തയ്യൽ വീട് പണിയുമായി ബന്ധപ്പെട്ട പണിയല്ല. പോലീസ് വീട് പണിയുടെ ബന്ധപ്പെട്ട പണിയല്ല. അധ്യാപനമൊന്നും വീട് പണിയുമായി ബന്ധപ്പെട്ട പണിയല്ല. ഇങ്ങനെ ഇതുപോലെ വരച്ച് യോജിപ്പിക്കാം.
നമ്മുടെ നാട്ടിൽ മനോഹരമായ കുളങ്ങളും മധുരമായി പാടുന്ന തോടുകളും കളകളം ഒഴുകുന്ന അരുവികളുമുണ്ട്. കാറ്റിൻ്റെ മധുരമൂറും പാട്ടിന് കാതോർത്ത് നിൽക്കുന്ന മനോഹരമായ പൂക്കളും പച്ചപ്പ് നിറഞ്ഞ കുന്നിന്മുകളും സുന്ദരമായ നെൽവയലും അതുപോലെ ഭംഗിയോടെ വരിവരിയായി നിൽക്കുന്ന തെങ്ങുകളും പക്ഷികൾ മധുരമായി പാടുന്ന ചന്തമേറിയ പൂന്തോട്ടങ്ങളും എല്ലാം കൂടിച്ചേർന്ന് എത്ര മനോഹരമാണ് എൻ്റെ നാട്. നാടിൻ്റെ സൗന്ദര്യം പ്രതിഫലിക്കുകയാണ്.